മഴ തോരും മുൻപേ പരമ്പരയിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബബിതയും രോഹിത്തും കൃഷ്ണജയും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കഴിഞ്ഞു. ഈ സമയം വൈജയന്തി ജഗ്ഗിൽ ചൂടുവെള്ളം എടുത്തു വെച്ചു. അലീന ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നോ? ബബിത രോഹിത്തിനോട് ചോദിച്ചു. ഇന്നലെ വിളിച്ചില്ല, മിനിഞ്ഞാന്ന്. രോഹിയേട്ടൻ എൻ്റെ ഫോണിൽ റിപ്പയറിങ്ങിന് കൊടുക്കണം. അതിനെന്തോ കുഴപ്പമുണ്ട്. ചിലപ്പോൾ മിസ് കോൾ കാണാം, പക്ഷേ റിങ് ചെയ്യത്തേയില്ല. നിനക്ക് അലീന ചേച്ചിയെ വിളിക്കണമെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോ, രോഹിത്ത് പറഞ്ഞു. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? അവളുടെ പേര് ഇവിടെ ഉച്ചരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈജയന്തി ശകാരിച്ചു. രോഹിത്തും ബബിതയും പരസ്പരം നോക്കി. വൈജയന്തി കഴിക്കാനിരിക്കുമ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. വൈജയന്തി ഫോൺ അറ്റൻഡ് ചെയ്യാൻ എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. ആരായിരുന്നമ്മേ? കൃഷ്ണജ തിരക്കി. റോങ് നമ്പറായിരുന്നു, വൈജയന്തി പറഞ്ഞു. വീണ്ടും ടെലിഫോൺ ബെല്ലടിച്ചു. വൈജയന്തി തന്നെ ചെന്ന് ഫോണെടുത്തു. റോങ് നമ്പറാണെന്ന് പറഞ്ഞില്ലേ? വൈജയന്തി ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. വീണ്ടും ഉന്മേശയ്ക്ക് അടുത്തെത്തിയതും ബെല്ലടിച്ചു തുടങ്ങി. ബബിത എഴുന്നേറ്റു. അമ്മ ഇരുന്നോ? ഞാൻ പോയി എടുത്തോളാം. വേണ്ട, വൈജയന്തി തിരിച്ചു നടന്നു കഴിഞ്ഞു. ബബിതയും പുറകെ ചെന്നു. വൈജയന്തി തിടുക്കപ്പെട്ട് ഫോണെടുത്ത് സംസാരിക്കുന്ന അവൾ ശ്രദ്ധിച്ചു. ഇല്ല, പുറത്തു പോയിരിക്കുക. അറിയില്ല, പുറത്തു പോയി. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. വൈജയന്തി റിസീവർ വെച്ചു. പാതി വഴിക്ക് നിന്ന ബബിത സംശയത്തോടെ അമ്മയെ നോക്കി. ആരായിരുന്നു അമ്മ? ബാലേട്ടൻ്റെ ഒരു ഫ്രണ്ടാ. ബാലേട്ടനില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുറത്തു പോയിന്ന്. അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ അച്ഛൻ്റെ മാത്രം ഫ്രണ്ടല്ലല്ലോ, ഞങ്ങൾക്ക് കൂടി പരിചയമുള്ള ആളായിരിക്കണമല്ലോ. പോയിരുന്നു ചോറുണ്ണാൻ നോക്ക്. 1 മിനിറ്റ്. ബബിത വേഗം നടന്നു എന്ന് ഫോണിൻ്റെ കോളർ ഐ ഡി നോക്കി. എന്നിട്ട് വൈജയന്തിയുടെ നേർക്ക് തിരിഞ്ഞു. അലീന ചേച്ചി അല്ലായിരുന്നു വിളിച്ചത്? ആണെങ്കിൽ എന്താ? വൈജയന്തി മകളെ വെല്ലുവിളിക്കുന്ന മട്ടിൽ നിന്നു. അമ്മ എന്തിനാ കള്ളം പറഞ്ഞത് റോങ് നമ്പറാണെന്ന്? ബബിത കണ്ണും ചിമ്മി. വഴക്കുണ്ടാകാൻ പോവുകയാണെന്ന് രോഹിത്തിന് മനസ്സിലായി. ഞാനങ്ങനെ പലതും പറയും. എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. വൈജയന്തിയുടെ സ്വരം കടുത്തു. അലീന ചേച്ചി ആരെയാണ് അന്വേഷിച്ചത്? ബബിത ചോദിച്ചു. നിന്നെ തന്നെയാണടി. എനിക്ക് മനസ്സിലായിരുന്നു ഫോൺ തരാൻ. എൻ്റെ ഫോണിൽ അങ്ങനെ ഒരുത്തിയും ഇങ്ങോട്ട് വിളിച്ച് തൊള്ളണ്ട. ഞാനാണ് ഇതിൻ്റെ വാടക കൊടുക്കുന്നത്. അമ്മയുടെ അല്ല, അച്ഛൻ്റെ ഫോണായത്, ബബിത അരിശത്തോടെ പറഞ്ഞു. അവൾ ചെന്ന് റിസീവർ എടുത്ത് ഇൻകമിംഗ് കോൾ നമ്പർ പ്രസ് ചെയ്യാൻ തുടങ്ങി. ബബിതേ, ഫോൺ അവിടെ വയ്ക്കേ, വൈജയന്തി ആജ്ഞാപിച്ചു. ഇല്ല, ബബിത തല വെട്ടിച്ചു. വൈജയന്തി ഉടൻ ചെന്ന് ഫോണിൻ്റെ ഹുക്കിൽ വിരലമർത്തി കോൾ കട്ട് ചെയ്തു. അതിനുശേഷം റിസീവർ പിടിച്ചു വാങ്ങി വെച്ചു. വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കണ്ട, ഞാൻ വിളിക്കും. ബബിത റിസീവർ കടന്നെടുത്തു. അതൊന്ന് കാണട്ടെ, ചെകിട അടിച്ചു പൊട്ടിക്കും ഞാൻ. ബബിതയുടെ കണ്ണ് കലങ്ങി. അവൾ കയ്യിലിരുന്ന റിസീവർ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. അത് പൊട്ടാഞ്ഞ് നിരത്തേക്ക് ആഞ്ഞെറിഞ്ഞു. റിസീവർ 2-3 കഷ്ണങ്ങളായി ചിതറി. വൈജയന്തി കൈവലിച്ച് അവളുടെ കവളത്ത് തന്നെ ഒരു അടി കൊടുത്തു. ബബിത ഉടൻ ഫോണിൻ്റെ ടേബിൾ സെറ്റ് എടുത്ത് നിരത്ത് വലിച്ചെറിഞ്ഞു. പിന്നെന്തിനാ ഈ കുന്തം ഇവിടെ വച്ചിരിക്കുന്നത്? വേണ്ട. അവൾ അത് കുനിഞ്ഞെടുത്ത് ഭിത്തിയിലെറിഞ്ഞു. വീണ്ടും എടുത്ത് നിലത്ത് ആഞ്ഞെറിഞ്ഞു. ടെലിഫോൺ പൊട്ടിയെറിഞ്ഞ് പല കഷ്ണങ്ങളായി. എന്നിട്ടും കലിയടങ്ങാഞ്ഞ് അവൾ പൊട്ടിയ കഷ്ണങ്ങൾ പെറുക്കി വീണ്ടും തലങ്ങും വിലങ്ങും എറിഞ്ഞു. അടിക്കേ, അവൾ വൈജയന്തിയുടെ നേർക്ക് ചീറി. എന്തിയാ അടിക്കാതെ? അടിക്കേ. മുറ്റത്ത് കാറിൻ്റെ ഇരുമ്പൽ കേട്ടു. അച്ഛൻ വന്ന് രോഹിത്തിന് മനസ്സിലായി. അവൻ എഴുന്നേറ്റു. ബബിതയുടെ സമീപം ചെന്നു. പിന്നാലെ കൃഷ്ണജയും എത്തി. ബബിതേ. രോഹിത്ത് അവളുടെ തോളത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട, അവൾ കുതിറി മാറി. അവളുടെ താടിയും ചുണ്ടുകളും വിറകൊള്ളുന്നുണ്ടായിരുന്നു. ബാലചന്ദ്ര മേനോൻ അകത്തേക്ക് കയറി വന്നു. ഇരിപ്പ് മുറിയിലെ രംഗം കണ്ട് അയാൾ ഒരു നിമിഷം അമ്പരന്നു. എന്താ രോഹിത്തെ? ഒന്നുമില്ല അച്ഛാ. കണ്ടില്ല മകളുടെ പേക്കൂത്ത്? വൈജയന്തി നിലത്തേക്ക് കൈ ചൂണ്ടി. ഫോണടിച്ച് തകർത്തിട്ടിരിക്കുന്നു. അവൾക്ക് വന്ന ഒരു കോൾ കൊടുക്കാത്തതിന്. അലീന ചേച്ചി വിളിച്ചപ്പോൾ അമ്മ ഫോൺ കൊടുത്തില്ല അച്ഛാ, രോഹിത്ത് പറഞ്ഞു. അതുകൊണ്ട് ഫോൺ തള്ളിപ്പൊട്ടിക്കുമോ? വൈജയന്തി കയർത്തു. ഇങ്ങനെയാണോ എല്ലാ വീട്ടിലും എന്ന് എനിക്കറിയണം. എൻ്റെ മക്കളെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം എനിക്കുണ്ടോ? ബാലേട്ടൻ പറ. ഇന്ന് ഫോൺ തല്ലിപ്പൊട്ടിച്ചവൾ നാളെ എൻ്റെ തല തല്ലിപ്പൊട്ടിക്കാനും മടിക്കില്ലല്ലോ. ബാലചന്ദ്രമേനൻ ബബിതയെ നോക്കി. എന്താണ് ഇതൊക്കെ? നീയാണോ ഫോൺ നശിപ്പിച്ചത്? അയാൾ ചോദിച്ചു. അതെ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതും ഞാൻ പൊട്ടിച്ചേനെ. നീ പൊട്ടിക്കുമോ? ബാലചന്ദ്രമേനോന് ദേഷ്യം വന്നു. അച്ഛൻ ഇതിലിടപെടണ്ട, ഇത് ഞങ്ങൾ തീർത്തോളാം, രോഹിത്ത് പറഞ്ഞു. അത് പോരല്ലോ, എനിക്കറിയണ്ടേ? ബാലചന്ദ്രൻ ചോദിച്ചു. അറിയണമെങ്കിൽ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടങ്ങനെ മാറിയിരുന്ന് ഡിസ്കസ് ചെയ്തോ.
ഞങ്ങൾ പോണു. രോഹിത്ത് ബബിതയുടെ കൈ പിടിച്ചു. അവൾ അല്പം വിസമ്മതം കാട്ടിയെങ്കിലും രോഹിത്ത് അല്പം ബലം പ്രയോഗിച്ച് അവളെ പിടിച്ച് നടത്തിക്കൊണ്ടുപോയി. റൂമിലെത്തിയ ശേഷം അവളെ കിടക്കയിൽ പിടിച്ചിരുത്തി. റിലാക്സ്, അവൻ പറഞ്ഞു. ഇത്തിരി നേരം കിടന്നോ? അവൻ തന്നെ അവളുടെ തോളത്ത് പിടിച്ച് കിടത്തി. ബബിത കിതപ്പോടെ ചെരിഞ്ഞു കിടന്നു. അനിയന്ത്രിതമായ പൊട്ടിത്തെറിക്കലിന് ശേഷം അവൾ ശാരീരികമായും മാനസികമായും ക്ഷീണിതയായിരിക്കുമെന്നും അത്തരം സന്ദർഭങ്ങളിൽ അവളോട് എങ്ങനെ പെരുമാറണമെന്നും അലീന അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രോഹിത്ത് അവളുടെ തലയിലും നെറ്റിയിലും മൃദുവായി തലോടിക്കൊണ്ടിരുന്നു. ക്രമേണ അവളുടെ കിതപ്പടങ്ങി. അലീന ചേച്ചിയോട് സംസാരിക്കണോ? ഞാൻ വിളിച്ചു തരാം. വേണ്ട, ബബിത നിഷേധിച്ചു. അല്ലെങ്കിൽ നീ വിളിച്ചോ, ഫോൺ തന്നേക്കാം. അവൻ പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്ത് നീട്ടി. എനിക്ക് വേണ്ട. അവൾ കൈ തട്ടി മാറ്റി. ഓക്കെ, സാരമില്ല. രോഹിത് എഴുന്നേറ്റ് പോയി ഒരു മഗ്ഗിൽ വെള്ളം പിടിച്ചു കൊണ്ടുവന്ന് അവളുടെ വലുത് കൈ പിടിച്ച് അതിൽ മുക്കിക്കഴുകി. മഗ്ഗുമായി അവൻ തിരിച്ചും പോയി. ഇനി ഇന്നേ ദിവസം മുഴുവൻ അവൾ ഒരുതരം വിഷാദാവസ്ഥയിലായിരിക്കുമെന്ന് അവനറിയാം. വൈകുന്നേരം 4 മണിയോടെ മണിശങ്കർ എത്തിച്ചേർന്നതോടെ കുടുംബാന്തരീക്ഷം അല്പം ഊഷ്മളമായി. മണിശങ്കർ എല്ലാവരുടെയും അടുത്ത് ചെന്നു ക്ഷേമാന്വേഷണം നടത്തി. വൈജയന്തിയോട് ചോദിച്ചു, ഈ വീടിനെന്ത് പറ്റി ആൻറ്റി? ഇത്രയും വൃത്തികേടായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. ജോലിക്കാരിയില്ല ഇവിടെ. ഹോം നേഴ്സ് വീട്ടിൽ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയില്ല. വൈജയന്തി മറുപടി പറഞ്ഞു. മുൻപ് വന്നപ്പോഴൊക്കെ എന്തൊരു നീറ്റ്നെസ് ആയിരുന്നു. വേണ്ടാത്ത ഒരു സാധനം ഒരിടത്തും കാണാനില്ലായിരുന്നു. നല്ല പ്രകാശമുള്ള ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് പോലെയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചം പോയില്ലേ? അവളിവിടെ പലർക്കും പ്രകാശമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. വൈജയന്തി അർത്ഥം വെച്ച് പറഞ്ഞു. ആൻറ്റി കളിയാക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷേ ആൻറ്റി സത്യമാണ് പറഞ്ഞത്. അലീന ഇവിടെ ഉള്ളവർക്ക് ഒരു പ്രകാശമായിരുന്നു. ആൻറ്റി അത് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടുണ്ടായ ഇരുട്ട് ഇവിടെ കാണാനുമുണ്ട്. ഇരുട്ട് ഈ വീട്ടിലല്ലേ മനു? നിൻ്റെ വീട്ടിലല്ലല്ലോ. ഇത് ഞങ്ങൾ സഹിച്ചു. ഓക്കെ. ആൻറ്റിയോട് വഴക്കിന് ഞാനില്ല. മണിശങ്കർ പിന്തിരിഞ്ഞു. മണിശങ്കർ രോഹിത്തിനെ കണ്ട് സംസാരിച്ചു. അലീനെ വിളിക്കാറുണ്ടോ നിന്നെ? മിക്ക ദിവസം വിളിക്കും. അവൾക്ക് അവിടെ സുഖമാണോ? മനുവേട്ടൻ അറിയാത്ത പോലെ. രോഹിത്ത് അവൻ്റെ നേർക്ക് പാളി നോക്കി. വിചാരിക്കുന്ന പോലെ അവൾ എന്നെ പതിവായിട്ടൊന്നും വിളിക്കാറില്ല. വല്ലപ്പോഴും 1-2 മിനിറ്റ്. മനുവേട്ടനെ അങ്ങോട്ട് വിളിക്കാമല്ലോ. നമ്മൾ ആണുങ്ങളല്ലടാ. കൂടെ അങ്ങോട്ട് വിളിച്ചാൽ നമുക്കൊരു വിലയുണ്ടോ? മനുവേട്ടൻ അറിയോ അലീന ചേച്ചി ശരിക്കും എവിടെയാണെന്ന്? മണിശങ്കർ പെട്ടെന്ന് അപകടം മണത്തു. കുളത്തൂപ്പുഴയിൽ. അവിടെ എവിടെയാ? അതെനിക്ക് നല്ല പിടിയില്ല. മനുവേട്ടൻ ഇതുവരെ ചോദിച്ചില്ലേ? നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ ആണെന്നോ റബ്ബർ കമ്പനിയിലാണെന്നോ അങ്ങനെന്തോ പറഞ്ഞു. നമുക്കറിയാമല്ലോ അലീന ചേച്ചിക്ക് കള്ളം പറയാൻ അറിഞ്ഞുകൂടെന്ന്. എനിക്കും തോന്നി അവൾ പറഞ്ഞത് കള്ളമാണെന്ന്. നിനക്ക് അങ്കിളിനോട് ചോദിച്ചുകൂടായിരുന്നോ? ചോദിക്കണം. മനുവേട്ടനോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതിയാണ്. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അലീന ചേച്ചി എന്തിനാ ജോലി ചെയ്യുന്നിടത്ത് അഡ്രസ്സ് മറച്ചു വയ്ക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അച്ഛനും അത് മറക്കേണ്ട ആവശ്യമില്ല. അലീന ചേച്ചി എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ട് മറ്റൊരു മുഖം കാണിക്കുന്ന പ്രകൃതക്കാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. രോഹിത്ത് സംശയത്തോടെ പറഞ്ഞു. അത് അലീനയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കാം. ആരും അങ്ങോട്ട് ചെന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ. VIP ഒന്നുമല്ലല്ലോ ബ്ലാക്ക് ക്യാറ്റിൻ്റെ കാവലിൽ കഴിയാൻ. അലീന ചേച്ചി ഇവിടെ താമസിച്ചപ്പോൾ സംഭവിക്കാമായിരുന്നതിൻ്റെ 10-1 അപകടം പോലും മറ്റൊരു സ്ഥലത്തുണ്ടാകാൻ പോകുന്നില്ല. ഇവിടുന്ന് ആരും പോയി ഉപദ്രവിക്കില്ല. ഒളിവിൽ കഴിയേണ്ട യാതൊരു ആവശ്യവും അലീന ചേച്ചിക്കില്ല. മണിശങ്കറിന് മറുപടിയൊന്നും കിട്ടിയില്ല. രോഹിത്ത് ബുദ്ധിമാനാണെന്ന് അവനറിയാം. അവനെ കബളിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നീ സമാധാനമായിട്ടിരിക്കേ. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറ. ബബിതയ്ക്ക് എന്താ പ്രോബ്ലം? അവളെന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തു പോലുമില്ല. അമ്മയും മകളും തമ്മിലുണ്ടായ വഴക്കിനെപ്പറ്റി രോഹിത്ത് മണിശങ്കറിനോട് പറഞ്ഞു. മണിശങ്കർ ബബിതയുടെ മുറിയിലെത്തി. അവൾ ചുമരിലേക്ക് ചാരി കാലുകൾ നീട്ടി കിടക്കയിൽ വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. നിൻ്റെ ഫോണിന് എന്ത് പറ്റി? മണിശങ്കർ ചോദിച്ചു. അറിയില്ല. അത് വർക്ക് ചെയ്യുന്നില്ലേ? ഇൻകമിങ് കോളൊന്നും കിട്ടുന്നില്ല. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല. അലീന പറഞ്ഞിട്ട്. അതിന് ഞാനെന്ത് വേണം? നിന്നെ വന്ന് കാണണമെന്ന് അവൾ നിർബന്ധിച്ചു. എന്തിന്? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ നിൻ്റെ അടുത്ത് വരണം, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നെല്ലാം പറഞ്ഞു. മറ്റാരെപ്പറ്റി അവൾ പറഞ്ഞുമില്ല. ഓ, ഞാനാണല്ലോ ഈ വീട്ടിലെ കുഴപ്പക്കാരി അല്ലേ? അത് നിൻ്റെ തോന്നലാ. നിനക്ക് മറ്റുള്ളവരെക്കാൾ സ്നേഹവും കരുതലും ആവശ്യമുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. നിൻ്റെ കാര്യത്തിൽ അവൾക്കൊരു സ്പെഷ്യൽ കൺസേൺ ഉണ്ടെന്നർത്ഥം. എനിക്കറിയാം മനുവേട്ടൻ എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണെന്ന്. മണിശങ്കർ ഉടൻ മൊബൈൽ ഫോൺ എടുത്ത് നമ്പർ പ്രസ് ചെയ്തു. എന്നിട്ട് ബബിതയുടെ നേർക്ക് നീട്ടി. നീ തന്നെ ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞത് കള്ളമാണോ എന്ന്. എനിക്ക് വേണ്ട ആരുടെയും ഫോൺ. റിങ് ചെയ്തുകൊണ്ടിരിക്കുക, എടുക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മണിശങ്കർ ഫോൺ കാതോട് ചേർത്തു. റിങ് ചെയ്ത് തീർന്നിട്ടില്ല. നിമിഷങ്ങൾക്കകം അലീനയുടെ ശബ്ദം കേട്ടു. ഹലോ മനുവേട്ട.
ഞാനിപ്പോൾ കടപ്പാട്ടൂർ അലീന. ഞാനൊരാൾക്ക് കൊടുക്കാം. ഭവിതയാണോ? എങ്ങനെ മനസ്സിലായി? അവളാണെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരോടും പിണങ്ങിയിരിക്കുക. ഹോൾഡ് ചെയ്യണോ? മനുശങ്കർ വേണ്ടെന്ന അർത്ഥത്തിൽ തലചരിച്ചു. ഇത് പിടിക്കുക കൊച്ചേ, ചുമ്മാ കൊഞ്ചല്ലേ, വയസ്സ് 18ആയി, ഇപ്പോഴും കുഞ്ഞുകളി. ഭവിത ഫോൺ വാങ്ങി ഗൗരവത്തിൽ ഒരു ഹലോ പറഞ്ഞു. മോളെ. സ്നേഹലോലമായ വിളിയച്ച കേട്ടതും ഭവിതയുടെ കണ്ണു നിറഞ്ഞു. അവൾ ഫോണുമായി കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കണ്ട് മനുശങ്കർ പറഞ്ഞു, അവിടെ ഇരുന്ന് സംസാരിച്ചോ, ഞാൻ അങ്കിളിനെ കണ്ടിട്ട് വരാം. മനുശങ്കർ എഴുന്നേറ്റ് മുറുക്കി പുറത്തിറങ്ങി വാതിൽ ചാരി. ഭവിതേ, നീ എന്താ മോളെ മിണ്ടാത്തത്? എന്നോടും പിടുങ്ങിയോ? ഇല്ല. അവൾക്ക് ഗദ്ഗതം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നീ എന്താ കരയുക? അത്രയ്ക്ക് സങ്കടം വരാൻ എന്തുണ്ടായി? നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ നീ. അമ്മയുമായിട്ട് മോൾ വഴക്കുണ്ടാക്കിയോ? കവളത്തേക്ക് ഇടയ്ക്കിടെ വീണുകൊണ്ടിരുന്ന കണ്ണീർ കണങ്ങൾ അവൾ വലുത് കൈപ്പറ്റിക്കൊണ്ട് തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു. സാരമില്ല, മോളവിടെ ഇരിക്കുവാണോ കിടക്കുവാണോ? ബെഡിലിരിക്കുക. എൻ്റെ മടിയിലോട്ട് തലവച്ച് കിടന്നു. ഭവിത തലയണയിലേക്ക് ചാഞ്ഞു. അത് ആശ്വാസത്തിൻ്റെ മടിത്തട്ടാണെന്ന് അവൾക്ക് തോന്നി. അവിടെ അവൾക്ക് അലീനയുടെ സ്നേഹപൂർണ്ണമായ തലോടലും സ്നേഹചുംബനങ്ങളും കിട്ടി. അമ്മയുമായി വഴക്കുണ്ടാക്കിയതിനെപ്പറ്റി കണ്ണീരോടെ അവൾ വിവരിച്ചു. ഒടുവിൽ അലീന പറഞ്ഞു, അമ്മ ചെയ്തതും തെറ്റാണ്, നീ ചെയ്തതും തെറ്റാണ്. അമ്മയല്ലേ ആദ്യം തെറ്റ് ചെയ്തത്, അത് കാരണമല്ലേ ഞാൻ. ഭവിത പകുതിക്ക് നിർത്തി. പക്ഷേ നീ അമ്മയെപ്പോലല്ലോ, നല്ല കുട്ടിയല്ലേ, നീ അമ്മയോട് ക്ഷമിക്കണ്ടേ? നീ ഒരിക്കലും ഫോൺ നശിപ്പിക്കരുതായിരുന്നു. അതിൻ്റെ വിലയല്ല പ്രധാനം, ആ പ്രവൃത്തിയാണ്. നീ അമ്മയോട് സോറി പറയണം. ഇല്ല, ഞാൻ പറയില്ല. അമ്മയെ ആദ്യം വഴക്കുണ്ടാക്കിയത്, അമ്മയാണ് സോറി പറയേണ്ടത്. മോളു, അങ്ങനെ പറയരുത്. അമ്മമാരും മനുഷ്യരല്ലേ, അവർക്കും വാശിയുണ്ട്, ദേഷ്യമുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്. നമ്മൾ വിചാരിക്കും എല്ലാ അച്ഛന്മാരും അമ്മമാരും മാതൃകാ മാതാപിതാക്കളായിരിക്കണമെന്ന്. അവർക്കൊരിക്കലും തെറ്റുപറ്റാൻ പാടില്ലെന്ന്. പക്ഷേ അവരും നമ്മളെപ്പോലെ തന്നെയാണ്. പ്രായക്കൂടുതലുണ്ടെന്നേ ഉള്ളൂ, അവർക്കും തെറ്റുപറ്റും. അമ്മമാർ മക്കളോട് ക്ഷമിക്കുന്ന പോലെ മക്കൾക്ക് അമ്മമാരോട് ക്ഷമിക്കാനുള്ള കടമയുണ്ട്. പക്ഷേ അമ്മയും സോറി പറയണ്ടേ? ഭവിത ചോദിച്ചു. പറയേണ്ടതാണ്. പക്ഷേ അമ്മയ്ക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട്? അമ്മയുടെ വിഷമങ്ങളും പരാതികളും സങ്കടങ്ങളും അമ്മ ആരോട് പറയും? ആരുമില്ല. അതേസമയം നിനക്കോ? ഞാനുണ്ട്, രോഹിയേട്ടനുണ്ട്, അച്ഛനുണ്ട്, ഞങ്ങളെല്ലാം നിൻ്റെ കൂടെ നിൽക്കില്ലേ? പക്ഷേ അമ്മയുടെ കാര്യമോ? എന്ത് കഷ്ടമാണ്. ചെയ്യുന്നത് തെറ്റാണെന്ന് പോലും അറിയില്ല. പക്ഷേ നിനക്കറിയാം നിൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പം മോളെന്താ ചെയ്യേണ്ടത്? അമ്മയുടെ അടുത്ത് സോറി പറയണം. അങ്ങനെ ചെയ്യുമ്പോൾ മോൾ അമ്മയേക്കാൾ മിടുക്കിയാവുകയല്ലേ ചെയ്യുന്നത്. ഞാൻ സോറി പറഞ്ഞാലും അമ്മ ചിലപ്പോൾ റിയാക്ട് ചെയ്യുക പോലുമില്ല. കാണിച്ചത് അഹങ്കാരമാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായി അല്ലേടി എന്ന് പറഞ്ഞ് നമ്മളെ നാണം കെടുത്താനും മതി. അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല. റിയാക്ട് ചെയ്തില്ലെങ്കിലും മോളതൊന്നും കണക്കാക്കണ്ട. നമ്മൾ തെറ്റ് ചെയ്തു, സോറി പറഞ്ഞു, നമ്മുടെ മനസ്സ് ക്ലീനായി. അമ്മ സോറി പറഞ്ഞില്ല, അമ്മയുടെ മനസ്സിൽ അഴുക്കിയിരിക്കുന്നു. അത് നമ്മുടെ തെറ്റല്ല. പക്ഷേ 10 പ്രാവശ്യം മോളിങ്ങനെ സോറി പറഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും അമ്മ മോളേക്കാൾ ചെറുപ്പമായി പോയല്ലോ എന്ന്. സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടുമല്ലാതെ അമ്മയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ബബിത മൂളി കേട്ടുകൊണ്ടിരുന്നു. അലകടൽ പോലെ ഇളകിക്കൊണ്ടിരുന്ന അവളുടെ മനസ്സ് പതിയെ പതിയെ ശാന്തമായി. മോൾ അമ്മയോട് ചെന്ന് സോറി പറയുമോ? പറയാം. അച്ഛനോടും പറയണം. മിടുക്കി. അല്ലെങ്കിലും എനിക്കറിയാം പുറമെ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മോളുടെ മനസ്സ് നല്ലതാണെന്ന്. അലീന ചേച്ചി, ഞാനും വരട്ടെ? എങ്ങോട്ട്? അലീന ചേച്ചി താമസിക്കുന്നിടത്ത്. അതങ്ങനെ ശരിയാവും. നിനക്ക് അടുത്ത വർഷം കോളേജിൽ പോകണ്ടേ? അവിടെ കോളേജൊന്നുമില്ലേ? എനിക്കിവിടെ മടുത്തിട്ടാ. ഇവിടെ താമസിച്ചാൽ ഞാനെന്തൊക്കെ ആയിത്തീരുമെന്ന് പോലും എനിക്കറിയില്ല. സാരമില്ല, ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ. പ്രാർത്ഥിച്ചാൽ മതി. ഒരുപാട് ദേഷ്യം തോന്നിപ്പിക്കല്ലേ. ക്ഷമിക്കാനുള്ള ശക്തി തരണേ, മനസ്സിനെ ബലപ്പെടുത്തണേ എന്ന്. ബാലചന്ദ്രമേനോനും മനുശങ്കറും മുകളിലെ റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ബബിത അവിടേക്ക് ചെന്നു. മനുവേട്ടൻ്റെ ഫോൺ അവൾ അവൻ്റെ മൊബൈൽ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ബാലചന്ദ്രമേനോൻ്റെ നേർക്ക് തിരിഞ്ഞ് തെല്ല് ജാളിത്തോടെ പറഞ്ഞു, അച്ഛാ സോറി, ഫോൺ തല്ലിപ്പൊട്ടിച്ചതിന്. ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാ, സോറി. ബാലചന്ദ്രമേനോൻ അവളുടെ നേർക്ക് കൈനീട്ടി. അവൾക്കൊരു ഷേക്ക് ഹാൻഡ് നൽകി. അമ്മയോട് പറഞ്ഞോ? പറയാൻ പോവുക. വെരി ഗുഡ്, താങ്ക് യു. ബബിത ചിരിച്ചുകൊണ്ട് മുറി വിട്ടിറങ്ങി. അങ്കിൾ അവളുടെ മുഖം ശ്രദ്ധിച്ചോ? ഭയങ്കര മൂടിയായിരുന്നവളാ. അലീനയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്തുമാത്രം സന്തോഷമാണ് അവളുടെ മുഖത്ത്. ബാലചന്ദ്രമേനോൻ പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം തീർത്തില്ലല്ലോ. അങ്കിൾ എന്തായാലും രോഗത്തിനോടൊരു മറുപടി കൊടുക്കേണ്ടി വരും. മനുശങ്കർ തുടർന്നു. അവന് സംശയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അലീനയെ ഒളിവിലെന്ന പോലെ പാർപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അഡ്രസ്സ് കൊടുക്കാത്തത്? കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ അവൻ. ഞാൻ സത്യം പറയേണ്ടി വരും അല്ലേ? മേ ബി. പക്ഷേ അങ്കിളൊന്ന് പ്രിപ്പയർഡായിരിക്കുന്നതല്ല. പിന്നെ വേറൊന്ന്, ഞാൻ കുളത്തുപുഴ വരെ പോയിക്കോട്ടെ?
അതിനെന്തിനാ എന്നോട് അനുവാദം ചോദിക്കുന്നത്? അലീനയോടല്ല ചോദിക്കേണ്ടത്. അല്ല, അങ്കിളിൻ്റെ സമ്മതം കിട്ടണം എനിക്ക്. അങ്കിളാണ് അവളെ അവിടെ എത്തിച്ചത്. എന്ന് പോകാനാ? നാളെ. പോയിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ഓക്കെ, താങ്ക് യു അങ്കിൾ. മണിശങ്കർ സന്തോഷത്തോടെ എഴുന്നേറ്റു. മഴ തോരും മുൻപേ പരമ്പരയിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന ഒരു ഭാഗമാണ് നിങ്ങളിന്ന് ഇവിടെ കേട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.